ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പോകുന്നത് പാരീസിൻ്റെ അടയാളം എന്നൊക്കെ അറിയപ്പെടുന്ന ദ നോട്ടർഡാം കത്തീഡ്രലിലോട്ടാണ്. 1163 പണി ആരംഭിച്ച ഈ പള്ളി ഏകദേശം 200 വർഷം എടുത്തു പൂർത്തീകരിക്കാനായിട്ട്. ഈ പള്ളി മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ടെക്നോളജിക്കലായിട്ട് ഒരുപാട് പുരോഗമനം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നമ്മുടെ പൂർവികന്മാർക്കുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് സംശയിച്ചു പോകും ഈ പള്ളി കണ്ടു കഴിയുമ്പോൾ. ഇതിൻ്റെ പുറത്തെ ആർട്ടിസ്റ്റിക് വർക്കുകളായിക്കോട്ടെ, ഉള്ളിൽ ഗ്ലാസ് വർക്കുകളായിക്കോട്ടെ, അതുപോലെ തന്നെ റൂഫ് ടോപ്പിൽ വെള്ളം പോകാനായിട്ട് സാധാ കുഴൽ ഉപയോഗിക്കുന്നതിന് പകരം ഗാർഗോയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിയേച്ചറിൻ്റെ വായിൽ കൂടി വെള്ളം പോകുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗാർഗോയിൽസ് എന്ന് പറഞ്ഞ ക്രിയേച്ചേഴ്സ് പണ്ട് കാലത്ത് എവിൾ സ്പിരിറ്റിൽ നിന്ന് രക്ഷിക്കുമെന്നുള്ളൊരു കേൾവിയും കൂടിയുണ്ട് അതിന് പുറകിൽ. ഏകദേശം 800 വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളിക്ക് 2019 ഒരു തീപിടുത്തത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എന്നാൽ 2024 ഇവിടത്തുകാർ ഈ പള്ളിയെ പഴയ രൂപത്തിൽ ആക്കിയെടുക്കുകയും ചെയ്തു. പണ്ട് കാലത്ത് ഫ്രഞ്ച് കോർണേഷൻസ് ഏകദേശം 1000 വർഷത്തോളം നടന്നിരുന്നത് ദ നോട്ടർഡാം കത്തീഡ്രൽ വെച്ചിട്ടാണ്. അതിൽ തന്നെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ളത് 1804 നെപ്പോളിയൻ ബോണാപ്പാർട്ട് കിരീടമണിഞ്ഞതും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാരുടെ പള്ളി എന്നൊരു ചെല്ലപ്പേരും കൂടി നമ്മുടെ ഈ പള്ളിക്കുണ്ട്.